വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ. രാജകീയ പ്രവേശനം. അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇത് നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവനു വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. സഹോദരങ്ങളെ, ഇന്ന് ഓശാന ഞായർ. ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലച്ചൻ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. പാപമോചന പ്രാർത്ഥന. യേശുവിന് പകരം മറ്റുള്ളവരെയോ വസ്തുക്കളെയോ എൻ്റെ ഹൃദയത്തിൽ ദൈവമായി പ്രതിഷ്ഠിച്ചതിനും അവരെ രാജാവായും ദൈവമായും പരിഗണിച്ചതിനും മാപ്പ് ചോദിക്കുന്നു. കരുണയുള്ള യേശുവെ, പണം, ആളുകൾ, സ്ഥാനമാനങ്ങൾ, ഭോഗാസക്തി, എൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾ എന്നിവയെ രാജാവായി പരിഗണിച്ചതിന് എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ അങ്ങല്ലാതെ മറ്റെന്തെങ്കിലും രാജാവായി തുടരാൻ അനുവദിച്ചതിനും എന്നോട് ക്ഷമിക്കണമേ. പ്രാർത്ഥന. യേശുവിനെ ഹൃദയത്തിലെ രാജാവായി പ്രഖ്യാപിക്കുക. യേശുവെ, എൻ്റെ സ്നേഹരാജാവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ആമേൻ.